ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ബിഗിനർ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തേത് ഒരു റെസിൻ വർക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെയാണ് ഈ റെസിൻ വർക്കിന് വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിഗിനർ എന്ന നിലയിൽ നിങ്ങളിത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാകും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗ്ലൗസ് ഇടുക, രണ്ട് കൈയിലും ഗ്ലൗസ് ഇടുക, പിന്നെ മാസ്ക് ധരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊന്നും വിചാരിക്കരുത്. നമ്മളെ ഹെൽത്താണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ ചെയ്യാം. ഇനി നമുക്ക് റെസിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ നമ്മളൊരു റെസിൻ പാക്കറ്റ് മേടിക്കുന്ന സമയത്ത് അതിലൊരു വലിയ ബോട്ടിൽ റെസിൻ എന്ന് പറഞ്ഞിട്ടും ചെറിയ ബോട്ടിൽ ഹാർഡ്നർ എന്ന് പറഞ്ഞിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വന്നിട്ട് 2:1 ആണ്. പല കമ്പനിയുടെ റെസിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഷ്യോ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ റെസിൻ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ആ ബോട്ടിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അത് മൊത്തത്തിൽ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്ര ടൈം വെച്ചാലാണ് അത് സെറ്റ് ആവുക, വർക്ക് സെറ്റ് ആവുക. പിന്നെ അതുപോലെ റേഷ്യോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പല കമ്പനിയുടെ പല റേഷ്യോ ആയിരിക്കും. 3:1, 2:1 അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ മെഷറിങ് കപ്പാണ് വേണ്ടത്. അപ്പോൾ വെയിൻ മെഷീൻ എടുക്കാം, അല്ലെങ്കിൽ മെഷറിങ് സ്പൂൺ എടുക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ കപ്പായാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ മെഷറിങ് കപ്പിലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ പേപ്പർ കപ്പും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് ml ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെയുള്ള മെഷറിങ് കപ്പിൽ ചെയ്യാൻ ഈസിയാണ്. പിന്നെ ഗ്രാമിലൊക്കെയാണ് നിങ്ങൾ റെസിന് ഉള്ളത് വെച്ചാൽ നിങ്ങൾക്ക് വെയിൻ മെഷീൻ എടുക്കേണ്ടി വരും. വെയിൻ മെഷീനൊക്കെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കാണ്. നമുക്ക് റെസിനും ഹാർഡ്നറും ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്ക്. ഐസ്ക്രീം സ്റ്റിക്കായാലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാർഡ്നർ എന്ന് പറയുന്നത്. ഹാർഡ്നർ ചെറിയ ബോട്ടിലായിരിക്കും. ഇത് നമ്മൾ ഇതിൻ്റെ റേഷ്യോ വന്നിട്ട് 2:1 ആണല്ലോ. അപ്പോൾ 2 ml നമ്മൾ റെസിൻ എടുക്കുക, 1 ml ഹാർഡ്നർ എടുക്കുക. അതാണ് ഇതിൻ്റെ റേഷ്യോ. അതായത് ഹാർഡ്നറിൻ്റെ ഇരട്ടിയാണ് നമ്മൾ റെസിൻ എടുക്കേണ്ടത്. അതാണ് കേട്ടോ 2:1 എന്ന് പറയുന്നത്. 2 കൂടുതലുള്ളത് നമ്മൾ റെസിനും കുറഞ്ഞത് ഹാർഡ്നറും, അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ റേഷ്യോ അധികം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് റെസിന്, ഹാർഡ്നർ, മെഷറിങ് കപ്പ്, പിന്നെ സ്റ്റിക്ക്, നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്കാണ് ഒഴിക്കേണ്ടത് റെസിന് നമ്മൾ ഒഴിച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടി ഒരു പാത്രം മീൻസ് മോൾഡ്, സിലിക്കൻ്റെ മോൾഡാണ് എല്ലാവരും യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മറ്റേ പാത്രങ്ങളിലൊക്കെ നമുക്ക് ഏത് ഷേപ്പിലുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് പൊട്ടിച്ചിട്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിലേറെ നല്ല സിലിക്കൻ്റെ മോൾഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ ഈ ചെയ്യുന്നത് നമ്മൾ ഈ റെസിൻ്റെ കപ്പ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മോൾഡ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന പാത്രമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ പൊടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര തുടച്ചാലും പോകാത്ത പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ഇൻസുലേഷൻ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക, എന്നിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ ആ പൊടികളൊക്കെ ഇങ്ങനെ പോകുന്നു കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ അതിന് വൃത്തിയായിട്ടൊരു ക്ലിയർ ആയിട്ട് കിട്ടൂല നമ്മളെ വർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തപ്പോൾ എൻ്റെ കയ്യുമ്മന്നെ ആ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഒട്ടി പിടിക്കുകയാണ്. അപ്പോൾ പൊടികളൊന്നും പോകുന്ന കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ ഹാർഡ്നറിൻ്റെ മൂടി അയച്ചിട്ട് ഹാർഡ്നർ എടുക്കുക കേട്ടോ. അപ്പോൾ ചില ബോട്ടിലിന് ഇങ്ങനെ ഉള്ളിലോട്ടൊരു മൂടി ഉണ്ടാവും തുറക്കാൻ വേണ്ടി. അത് നിങ്ങൾ വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ പോവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബോട്ടിൽ ഒരു കൈയായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേത് വലിച്ചെടുക്കുക. ഓക്കെ, ചിലതിന് പിന്നെ മുകളിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കീറി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇനി ഞാൻ മെഷർ ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ മെഷറിംഗ് കപ്പിലേക്ക് ഹാർഡനറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കപ്പിൽ 20 മില്ലി, 40 മില്ലി, 60 മില്ലി അങ്ങനെയാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 20 മില്ലി ഹാർഡനർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 40 മില്ലി റെസിൻ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്രയാണോ ഹാർഡനർ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി നമ്മൾ റെസിൻ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഹാർഡനർ ഒഴിച്ചു കൊടുത്തു, റെസിനും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളാണ് നമുക്കിത് ചെയ്യാനായിട്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ ഒരു ഫസ്റ്റ് പറയേണ്ട കാര്യം പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ ഈ വർക്ക് ചെയ്യണത് അടച്ചു പൂട്ടിയ റൂമിലൊന്നും ഇരുന്ന് ചെയ്യരുത്. നമ്മുടെ എയറൊക്കെ പോകുന്ന, അതായത് നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ പുറത്തിരുന്നിട്ടോ നല്ല അല്ലെങ്കിൽ ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് അങ്ങനെയൊക്കെ ഫുള്ളായിട്ട് നല്ല ഒരു വിശാലമായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ എയറൊക്കെ പോകുന്ന രീതിയിലുള്ള സ്ഥലത്ത് ഇരുന്നിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. പിന്നെ കുട്ടികളൊന്നും വരുന്ന ആ ഒരു ഭാഗത്തൊന്നും ചെയ്യരുത്. കുട്ടികളൊന്നും ഇതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കരുത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതേ രണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിലിങ്ങനെ ബബിൾസ് കാണുന്നില്ലേ? ആ ബബിൾസ് നമ്മൾ ആദ്യം ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി സാവധാനം, എത്രത്തോളം നിങ്ങൾക്ക് സാവധാനത്തിൽ ഇളക്കി കൊടുക്കാൻ കഴിയുന്നോ അത്രത്തോളം ഇളക്കി കൊടുത്താൽ നമുക്ക് ബബിൾസ് കുറേ കുറഞ്ഞ് കിട്ടും കേട്ടോ. ബബിൾസ് ഇല്ലാണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ബബിൾസ് ഉണ്ടായാലും എന്താ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് ട്രാൻസ്പെറൻ്റ് ഒക്കെ ആണെങ്കിൽ നോക്കുമ്പോൾ അതിൽ ബബിൾസ് നന്നായിട്ട് ഇങ്ങനെ കാണും. നമുക്ക് എടുത്ത് നന്നായിട്ട് അറിയും. ചെറിയ ബബിൾസ് ആണെങ്കിൽ വലിയ ബബിൾസ് ആണെങ്കിലൊക്കെ നന്നായിട്ട് അറിയും. അപ്പോൾ നിങ്ങളിത് സാവധാനം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ സാവധാനം ഇങ്ങനെ ഇളക്കി കൊടുത്ത് എത്ര ടൈം വരെ ഇളക്കി കൊടുക്കണം നിങ്ങൾക്കൊരു ഡൗട്ട് ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ ചില റെസിൻമേ മിക്സിങ് ടൈം എഴുതിയിട്ടുണ്ടാവും, ചിലതിമേ എഴുതിയിട്ടുണ്ടാവില്ല. എഴുതിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം വരെ നിങ്ങൾ ഇളക്കി കൊടുക്കുക സാവധാനം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പച്ചവെള്ളത്തിൻ്റെ പോലെ ആയി വരും. ബബിൾസൊക്കെ പോയി ഇങ്ങനെ കറക്റ്റ് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഹാർഡനറും റെസിനും ജോയിൻ ചെയ്തൊരു പച്ചവെള്ളത്തിൻ്റെ ലുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് നിർത്താം കേട്ടോ. അത് നിർത്തിയതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റും കൂടെ നമുക്ക് അവിടെ വെറുതെ ഫ്രീ ആയിട്ട് വെക്കാം. അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പേപ്പർ കപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടൊന്നും ചെയ്തില്ല, അതേപോലെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്കാണ് റെസിന് ഒഴിച്ചു കൊടുക്കേണ്ടത് വെച്ചാൽ ആ ഒരു മോൾഡ് നമുക്ക് ഇതുപോലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഇതിലോട്ട് പേപ്പർ കപ്പിലോട്ട് ഞാൻ ഗോൾഡൻ ഫ്ലക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് റെസിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് സാവധാനം നമുക്ക് ഇളക്കി കൊടുക്കുക. നേരത്തെ ഇളക്കി കൊടുത്ത പോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ധൃതി പിടിച്ച് ഇളക്കരുത് കേട്ടോ. അങ്ങനെ എനിക്ക് ഈ ഒരു ടൈമിൽ ഇളക്കേണ്ടി വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, ഗസ്റ്റ് വന്ന് ഞാൻ സിറ്റ് ഔട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു പണി എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല നമ്മളിങ്ങനെ രണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സമയം അവർ പോയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് പിന്നെ നമുക്ക് ഇളക്കാനൊന്നും പറ്റില്ല. അതോടെ സെറ്റായി കിടക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കും വേണം. അപ്പോൾ ഞാൻ ഗോൾഡൻ ഫ്ലക്സ് ഇട്ടിട്ട് കുറച്ചൊന്ന് ധൃതി പിടിച്ച് ഇളക്കി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ബബിൾസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ സാവധാനം മിക്സ് ചെയ്യാം. എന്നാലും വല്ലാതൊന്നും ഇല്ലായിരുന്നു. എന്നാലും എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത്. അപ്പോൾ ഇത് ഞാൻ അതിൽ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള റെസിനെ ഒഴിച്ചു കൊടുത്തു, ഒരു ഭാഗത്ത് ഗോൾഡൻ ഫ്ലക്സ് ഇട്ടുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ H ആൽഫബറ്റ് ലെറ്ററിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഡ്രൈഡ് റോസിൻ്റെ പെറ്റൽസ് ഇങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് ധൃതി പിടിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല ബബിൾസ് വരുന്നത്. സാവധാനം ഇളക്കുമ്പോൾ ആ ബബിൾസ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
അപ്പോൾ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് പറയാനുള്ള കാരണം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. റെസിൻ ആർട്ട് ചെയ്തത് കാണിച്ചു തന്നിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തന്നാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ധൃതി പിടിച്ച് ചെയ്യും. കാരണം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു വർക്കാവുമ്പോൾ. അപ്പോൾ നമ്മുടെ റെസിൻ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് 24 ഹവറിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്, അതായത് പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ ബബിൾസേ കാണാനുള്ളൂ, എന്നാലും അതൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ ഉഷാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ താഴെ കാണുന്ന ഉണ്ടല്ലോ, അത് ഞാൻ അതിന് മുമ്പ് ചെയ്തതാണ്. അതിൽ പിന്നെ ബബിൾസ് ഒന്നുമില്ല, ഞാൻ ഫുൾ കളറായിട്ട് ചെയ്തതാണ്. ഇത് പിന്നെ 2 സൈഡിലും 2 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റേത് ഞാൻ ഫുൾ കളറിൽ കൊടുത്തിട്ട് മുകളിൽ ഗോൾഡൻ ഫ്ലക്സ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇത് ടീ വെച്ച് ചെയ്തതാണ് കേട്ടോ. ഇതിലും ചെറിയൊരു ബബിൾസ് കാണാനുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാക്കാമായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റേഷ്യോ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, അത് റെസിനും ഹാർഡനറും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടില്ല. ചിലപ്പോൾ പൊട്ടിപ്പോകാനും ചിലപ്പോൾ ഒട്ടി നിൽക്കാതെക്കാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റേഷ്യോ കറക്റ്റായിട്ട് ചെയ്തിട്ട് ചെയ്യുക. ഇതൊക്കെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഈ ഒക്കെ. അപ്പോൾ ഇതും ചെയ്തതാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം റെസിൻക്ക്. എന്നിട്ട് താഴേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മുകളിൽ ഫോട്ടോ വെച്ച് കൊടുക്കാം, എഴുത്തും വെച്ച് കൊടുക്കാം. എഴുത്ത് അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ലെയറിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് 24 ഹവറിന് ശേഷം എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ ഗോൾഡൻ മാർക്കർ വെച്ചിട്ടൊന്ന് കളർ ചെയ്യുന്നുണ്ട്. അത് നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഈ ഗോൾഡൻ മാർക്കർ വെച്ച് സൈഡിലൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴേ നല്ലൊരു ഫിനിഷിംഗ് ആണ് കിട്ടുന്നത്, നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. സിൽവർ കളറും ഉണ്ട് കേട്ടോ അതിൻ്റെ മാർക്കർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇങ്ങനെ അല്ലാതെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ടും സെയിൽ ചെയ്യുന്നുണ്ട്. ഈ പെന്നിന് വന്നിട്ട് 200 സംതിങ് ആണ് കേട്ടോ. ഈ ഒരു മാർക്കറിന് 100 സംതിങ്ങിൻ്റെ ഉണ്ട്. അതിൻ്റെ ആ ഒരു ഷാർപ്പിന് ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇത് കുറച്ച് തിക്നെസ് ഉള്ളതാണ്, മറ്റേത് തിക്നെസ് കുറഞ്ഞ ഇതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിൻ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ കാണാനായിട്ട്? അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ കീ ചെയിനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കീ ചെയിന് പിന്നെ നമ്മൾ ചെയിന് മേടിച്ചിട്ട് അതിന് ഹോൾ ഉണ്ടാവും കേട്ടോ. ആൽഫബറ്റിന് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഹോൾ ഉണ്ടാവും. ഹോളിൽ കൂടെ ഇതുപോലെ ചെയിൻ ഇട്ടിട്ട് ആക്കാനേ ഉള്ളൂ, അത്രേ പണിയുള്ളൂ കേട്ടോ. അതായത് പിന്നെ കാണിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലി അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കീ ചെയിൻ സെറ്റ് ആക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.